നമസ്കാരം, വർക്കല ന്യൂസിലേക്ക് സ്വാഗതം. ആറ്റിങ്ങൽ ബാലരാമപുരം മെട്രോ റെയിൽ പദ്ധതി വർക്കലയിലേക്ക് നീളാൻ സാധ്യത. സാധ്യതാ പഠനത്തിന് അനുമതി ലഭിച്ചതോടെയാണ് ആറ്റിങ്ങൽ ബാലരാമപുരം മെട്രോ റെയിൽ പദ്ധതി വർക്കലയിലേക്ക് നീളാൻ സാധ്യതയേറുന്നത്. നിലവിൽ ആറ്റിങ്ങൽ ബാലരാമപുരം മെട്രോ റെയിൽ പദ്ധതിക്ക് അനുമതിയായിട്ടുണ്ട്. എന്നാൽ ആറ്റിങ്ങലിൽ നിന്നും വളരെ ദൂരം ഇല്ലാത്തതിനാലും വർക്കലയുടെ ടൂറിസം തീർത്ഥാടന പ്രാധാന്യം കൂടി കണക്കിലെടുത്തുമാണ് പ്രസ്തുത പദ്ധതി വർക്കലയിലേക്ക് നീട്ടാൻ ആലോചിക്കുന്നത്. നിലവിലെ അവസ്ഥ പരിഗണിക്കുമ്പോൾ ആറ്റിങ്ങൽ തിരുവനന്തപുരം ബാലരാമപുരം ദേശീയപാതയിൽ മെട്രോ റെയിലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പദ്ധതി നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ ഈ പ്രദേശങ്ങളിലെ നിലവിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കും അപകടങ്ങളും വലിയൊരളവ് വരെ കുറയ്ക്കാനാകും. മാത്രവുമല്ല, തലസ്ഥാനത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും വികസനത്തിനും ഇത് ഏറെ സഹായകരമാകും. തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ വർക്കലയ്ക്കാകട്ടെ മെട്രോ റെയിൽ പദ്ധതി വൻ വികസന മുന്നേറ്റത്തിനു തന്നെ കാരണമാകും. ശിവഗിരി തീർത്ഥാടനം, കർക്കിടക വാവുബലി തീർത്ഥാടനം എന്നിവയ്ക്കായി വർഷകം തോറും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് വർക്കലയിലെത്തുന്നത്. ഇതിനു പുറമെ 10,000-കണക്കിന് വിനോദസഞ്ചാരികളും ഇവിടെ സന്ദർശനം നടത്തുന്നു. ദേശീയപാതയിൽ നിന്നും ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന വർക്കലയിലേക്ക് തലസ്ഥാനത്ത് നിന്നും നേരിട്ട് മെട്രോ റെയിൽ എത്തുകയാണെങ്കിൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുവാനും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി വേഗത്തിൽ ബന്ധിപ്പിക്കുവാനും സാധിക്കും. തലസ്ഥാനത്തു നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന മെട്രോ റെയിലിന് ഒരേ സമയം 800 യാത്രക്കാർക്ക് സഞ്ചരിക്കാനാകും. അതുകൊണ്ട് തന്നെ പദ്ധതി വർക്കലയിലേക്ക് നീട്ടുകയാണെങ്കിൽ അതുമുഖേന തീർത്ഥാടകരും വിനോദസഞ്ചാരികളും പ്രവാസികളും അടങ്ങുന്ന കൂടുതൽ യാത്രക്കാരെ ലഭിക്കുകയും മെട്രോ റെയിൽ ലാഭകരമാകുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ വർക്കലയ്ക്കാകട്ടെ മെട്രോ റെയിലിന് മെട്രോ റെയിൽ പദ്ധതി വൻ വികസന മുന്നേറ്റത്തിന് തന്നെ കാരണമാകും. തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ വർക്കലയ്ക്കാകട്ടെ മെട്രോ റെയിൽ പദ്ധതി വൻ വികസന മുന്നേറ്റത്തിനു തന്നെ കാരണമാകും.
ശിവഗിരി തീർത്ഥാടനം, കർക്കിടക വാവുബലി തീർത്ഥാടനം എന്നിവയ്ക്കായി വർഷകം തോറും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് വർക്കലയിലെത്തുന്നത്. ഇതിനു പുറമെ 10,000-കണക്കിന് വിനോദസഞ്ചാരികളും ഇവിടെ സന്ദർശനം നടത്തുന്നു. ദേശീയപാതയിൽ നിന്നും ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന വർക്കലയിലേക്ക് തലസ്ഥാനത്ത് നിന്നും നേരിട്ട് മെട്രോ റെയിൽ എത്തുകയാണെങ്കിൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുവാനും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി വേഗത്തിൽ ബന്ധിപ്പിക്കുവാനും സാധിക്കും. തലസ്ഥാനത്തു നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന മെട്രോ റെയിലിന് ഒരേ സമയം 800 യാത്രക്കാർക്ക് സഞ്ചരിക്കാനാകും. അതുകൊണ്ട് തന്നെ പദ്ധതി വർക്കലയിലേക്ക് നീട്ടുകയാണെങ്കിൽ അതുമുഖേന തീർത്ഥാടകരും വിനോദസഞ്ചാരികളും പ്രവാസികളും അടങ്ങുന്ന കൂടുതൽ യാത്രക്കാരെ ലഭിക്കുകയും മെട്രോ റെയിൽ ലാഭകരമാകുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.